So, good morning to all of you. ഇവിടെ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്കറിയാം, ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ മോഷന്റെ ഒക്കെ ഡെഫിനിഷൻ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഗ്രാഫിക്കൽ പോയിന്റിലോട്ട് വന്നു കഴിഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഏരിയ കണ്ടുപിടിക്കുക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലെ മറ്റൊരു ഗ്രാഫ് ഉണ്ട്, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ദാറ്റ് ഈസ് പൊസിഷൻ ടൈം ഗ്രാഫ്. A graph plotted with position along the y-axis and time along the x-axis is called position time graph. അപ്പോൾ ആ ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ ആ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും? That's very important. Slope of position time graph gives the velocity of the particle. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വെലോസിറ്റിയാണ് തരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഫോർമുല ഫോർ യൂണിഫോം മോഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ 3 ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി യു നോ ദാറ്റ് v is equal to u plus at. ഏതൊക്കെ ഇക്വേഷൻസ് ആണ്? വൺ ഇക്വേഷൻ ഈസ് v is equal to u plus at. അടുത്ത ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് s is equal to ut plus half at square. രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ v square is equal to u square plus 2as. v square is equal to u square plus 2as. ഇത് കോമൺ ആയിട്ട് നമ്മൾ 3ന്റെ ഡെറിവേഷനിലോട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് 3 ഇക്വേഷന്റെ ഡെറിവേഷനിലോട്ട് കിടക്കുകയാണ്. അപ്പൊ ഇവിടെ അറിയേണ്ടത് സിമ്പിൾ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താ സിമ്പിൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ആക്സലറേഷൻ? എന്താണ് ആക്സലറേഷന്റെ ഡെഫിനിഷൻ? ആക്സലറേഷൻ a is equal to നമുക്കറിയാം v minus u by t. ഇത് നാം പഠിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ. സിംപ്ലി ഇനിഷ്യൽ വെലോസിറ്റി u ആണ്, ഫൈനൽ വെലോസിറ്റി v ആകുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി v minus u. So acceleration a v minus u by t. Definition acceleration എന്താണ്? Change in velocity by time. ഇതില് നാം അറിയേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ at is equal to v minus u. അതല്ല നമുക്ക് ഇതിനെ വീണ്ടും എഴുതുമ്പോൾ v minus u is equal to at. So ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ v is equal to at plus u. നല്ല ഓർഡർ ആയിട്ട് എഴുതുമ്പോൾ what you get is that v is equal to u plus at. ഇനി നമുക്കറിയാം u is known as v0. എന്താ u v0 എന്ന് പറയാൻ കാരണം? ഇനിഷ്യൽ വെലോസിറ്റി 0 സമയത്തെ വെലോസിറ്റി ആയതുകൊണ്ട്. വി ടി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി. സോ വി ഈസ് ഈക്വൽ ടു വി ടി. വേണമെങ്കിൽ നമുക്ക് ഇതുകൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടി സമയത്തെ വെലോസിറ്റി ആണ്. ദാറ്റ്സ് കോൾഡ് ഫൈനൽ വെലോസിറ്റി. ദി ഫൈനൽ ഇക്വേഷൻസ് ബിക്കംസ് വി ടി ഈസ് ഈക്വൽ ടു v0 plus at. അപ്പോൾ ഏതിൽ വേണമെങ്കിലും യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് u as v0 and v as vt. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ദി സെയിം മെത്തേഡ്, സിമ്പിൾ മെത്തേഡ് to move the derivation of the second equation, that is s is equal to ut plus half at square. അതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് മാനുവൽ ഡെറിവേഷൻ, ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് ഡെറിവേഷൻ ഉണ്ട്, നോർമൽ വേയിലെ ഡെറിവേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ആ ഡെറിവേഷനിൽ എങ്ങനെ നമുക്ക് ചെയ്യാം? നമുക്ക് അറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി is equal to u ആണ്. ആ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്താണ്? ഫൈനൽ വെലോസിറ്റി is equal to v ആണ്. ക്ലിയർ? സോ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? ആവറേജ് വെലോസിറ്റി is equal to u plus v by 2. അപ്പൊ നമുക്ക് ഏതെങ്കിലും രണ്ട് ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ ആവറേജ് വളരെ ഈസി ആയിട്ട് u plus v by 2 എന്ന് കണ്ടു. യുവിന്റെ വിന്റെ ആവറേജ് ആയിട്ട് എടുത്തു. രണ്ട് ടേംസ് ഉണ്ട്, 10ഉം 15ഉം. അതിന്റെ ആവറേജ് u plus v by 2. ഡെഫിനിഷൻ നമുക്കറിയാം. വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ആവറേജ് വെലോസിറ്റി? ദ ഡെഫിനിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദ ഡെഫിനിഷൻ ഓഫ് ആവറേജ് വെലോസിറ്റി is equal to total displacement by total time. ഇതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് വെലോസിറ്റി ശരിക്കുള്ള നമ്മുടെ ഇക്വേഷൻ, അല്ലെങ്കിൽ ശരിക്കുള്ള അതിന്റെ എക്സ്പ്രഷൻ ഇതാണ്. സോ ഐ ആം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ആസ് ആവറേജ് വെലോസിറ്റി is equal to ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കിട്ടുന്നു s by t. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് s എന്ന് കൊടുക്കുക, s by t. സോ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. രണ്ടും ആവറേജ് വെലോസിറ്റി ആണ്. ബോത്ത് ആർ ആവറേജ് വെലോസിറ്റി. സോ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ വി കൻ ഇക്വൽ റൈറ്റ് സൈഡ് ഓൾസോ ഈക്വൽ. സോ യു ഗെറ്റ് u plus v by 2 is equal to s by t. എല്ലാവരും അറിയേണ്ട ഈ ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ ആയ s is equal to ut plus half at square, v square is equal to u square plus 2s ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. സിമ്പിൾ ഇതാണ്. അതുകൊണ്ട് ഇത് ഓർത്തേക്കുക, u plus v by 2 is equal to s by t. റൈറ്റ് സൈഡിൽ ഞാൻ ഒരു പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് u plus v by 2 is equal to s by t. ഇത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത് വെച്ചിട്ട് ബാക്കി കാര്യത്തിലോട്ട് കടക്കാം. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നാം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന വാല്യൂസ് വളരെ ഈസിയാണ്. ഇവിടെ കിട്ടുന്നു എന്താണ്? 2s is equal to, നമ്മൾ നോർമലി കിട്ടുമ്പോഴത്തേക്ക് 2s is equal to u plus v into t. ഓക്കെ, ക്ലിയർ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് s ന്റെ വാല്യൂ ആണ് വേണ്ടെങ്കിൽ s is equal to എത്ര? s is equal to u plus v into t divided by 2.
നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at. So when you substitute v യുടെ സ്ഥാനത്ത് u plus at എന്ന് കൊടുത്താൽ ഈ ഇക്വേഷൻ സംഭവിക്കുന്നത് s is equal to u plus v യുടെ സ്ഥാനത്ത് u plus at, there is a bracket into t divided by 2. ഇത് നമ്മൾ ബ്രാക്കറ്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസറിലോട്ടായി s is equal to u plus u, 2u plus at in bracket എന്നുണ്ട്, t ഉണ്ട്, that divided by 2. Again you change the bracket, ഇവിടെ കിട്ടുന്നു 2ut plus at into t is at square by 2. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ s is equal to 2ut by 2. അപ്പൊ ut കിട്ടി പ്ലസ് ഇത് at square by 2 നെ ഹാഫ് at square എന്ന് എടുക്കാം. സോ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനുമായി. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ യു ക്യാൻ പ്ലേസ് as u as v0. u v0 ആണെങ്കിൽ s is equal to other format is v0t plus half at square. u ന്റെ സ്ഥാനത്ത് v0 എന്ന് കൊടുത്താൽ this is the other format. ഇങ്ങനെ രണ്ട് ഫോർമാറ്റ് ഉണ്ട്. For second equation is also okay. Now we are moving to the third equation, that is v square is equal to u square plus 2as. സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. അതിൽ നിന്ന് മുന്നോട്ട് പോവാം. അപ്പൊ അവിടെ നാം അറിയേണ്ട ഒരു കാര്യം ഇതാണ്, സിമ്പിൾ ഇക്വേഷൻ ആണ്, മറ്റൊന്നുമില്ല. ഈ ഇക്വേഷൻ ഇതുവരെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ s is equal to ut plus half at square എങ്ങനെ എത്തിയോ അതേ ഫോർമാറ്റിൽ തന്നെ ഇവിടെ പോകാൻ പറ്റും. ഇവിടെ അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ എഴുതിയത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. when you got this equation, ഇവിടെ തൊട്ട് രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും ചേഞ്ച് ഉണ്ടാവുകയാണ്. ഇതിനെ ബ്രാക്കറ്റ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇതാണ്. when you change this u plus v into t is equal to 2s, അല്ലെങ്കിൽ ഇതിൽ u plus v is equal to u plus v is equal to 2s by t എന്ന് എഴുതും. ഓക്കെ, ഇത് ഓർഡർ എഴുതി കഴിഞ്ഞാൽ we can write it as v plus u is equal to 2s by t. that is equation 1. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. അതേസമയം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആക്സലറേഷന്റെ ഡെഫിനിഷൻ ഇതാണ്, a is equal to v minus u by t. ഇതറിയാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? v minus u is equal to at. അത് ഇക്വേഷൻ 2. at v minus u അത് ഇവിടെ. You take these two equations, multiply these two equations. So you multiply the left side തമ്മിൽ ഗുണിക്കുക, right side തമ്മിൽ ഗുണിക്കുക. That is v plus u into v minus u is equal to 2s by t into at. Clear? t and t gets cancelled. With v plus u into v minus u, a plus b into a minus u എന്താണ്? അതുപോലെ v square minus u square is equal to 2as. ഇത് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ v square is equal to u square plus 2as. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. ഇവിടെ വേണമെങ്കിൽ u ന്റെ സ്ഥാനത്ത് v0 എന്ന് vt എന്ന് കൊടുക്കുമ്പോൾ the equation goes to be vt square is equal to v0 square plus 2as. സോ ഒരേ കോമൺ മെത്തേഡ് കൂടി നമുക്ക് ഈ മൂന്ന് ഇക്വേഷനും ഡിറൈവ് ചെയ്യാം. അതായത് ഫസ്റ്റ് ഇക്വേഷൻ v is equal to u plus at, സെക്കൻഡ് ഇക്വേഷൻ s is equal to ut plus half at square, തേർഡ് ഇക്വേഷൻ vt square is equal to v0 square plus 2as. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇനി ഫൈനൽ ഒരു ഇക്വേഷൻ കൂടിയുണ്ട്, sn is equal to u plus a into n minus half. പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഏത് ക്വാണ്ടിറ്റി ആണെന്നുള്ളത്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അത് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഹോപ്പ് ദാറ്റ് all of you understood the topic well. നല്ല രീതിയിൽ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.